നമസ്കാരം, ഫോർട്ടുഗേ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നലെയാണ് ഹരിയാന, ജമ്മു കാശ്മീർ സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചത്. സാധാരണ ഹരിയാനയോടൊപ്പം തന്നെയാണ് മഹാരാഷ്ട്രയിലേക്കും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാറുള്ളത്. എന്നാൽ മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാത്തത് ഏവരെയും അമ്പരിപ്പിച്ചു. ജമ്മു കാശ്മീരിൽ കനത്ത സുരക്ഷയൊരുക്കേണ്ടതിനാലും ഗണേശോത്സവം, നവരാത്രി, ദീപാവലി തുടങ്ങി തിരക്കേറിയ ഉത്സവ സീസണുകളും ഒക്കെയാണ് മഹാരാഷ്ട്രയിൽ വോട്ടെടുപ്പ് നീട്ടാനുള്ള കാരണമായി പറയുന്നത്. ഹരിയാനയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനൊപ്പം ജമ്മു കാശ്മീരിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനായി വേണ്ടിയാണ് ഇത്തവണ മഹാരാഷ്ട്രയെ ഒഴിവാക്കിയതെന്നാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. കനത്ത മഴയെ തുടർന്ന് വോട്ടർ പട്ടിക പുതുക്കുന്നതടക്കമുള്ള നടപടികൾ വൈകിയതും ഉത്സവ സീസണും മഹാരാഷ്ട്രയിലെ വോട്ടെടുപ്പ് നീട്ടാൻ കാരണമായതായും രാജീവ് കുമാർ പറയുന്നുണ്ട്. നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേറ്റ കനത്ത പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരിട്ടാൽ ഭരണം കയ്യിൽ നിന്ന് പോകുമെന്ന് ഉറപ്പുള്ളതിനാൽ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മാറ്റിവെച്ചിരിക്കുകയാണ് എന്ന പ്രചരണമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ആകെ പ്രചരിക്കുന്നത്. കൂടാതെ കോൺഗ്രസ് സംസ്ഥാനത്ത് ഭരണം നേടുമെന്ന് ഉറപ്പായപ്പോൾ പേടിച്ച BJPയുടെ നാടകത്തിന്റെ ഭാഗമായാണ് തിരഞ്ഞെടുപ്പ് മരവിപ്പിച്ചത് എന്നും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദങ്ങളെ പ്രതിപക്ഷ പാർട്ടികൾ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാത്തതിന് കമ്മീഷനെ രൂക്ഷമായി വിമർശിച്ചാണ് പ്രതിപക്ഷം രംഗത്തെത്തിയത്. ബോസ് അവർക്ക് അനുവാദം കൊടുത്തില്ലെന്നായിരുന്നു ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് ആദിത്യ താക്കറെയുടെ പ്രതികരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉന്നമിട്ടായിരുന്നു ആദിത്യ താക്കറെയുടെ ബോസ് പരാമർശം. ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്നൊക്കെ വെറുതെ പറയുന്നതാണോ എന്നും മഹാരാഷ്ട്രയിൽ മാത്രമാണോ മഴയുണ്ടായിരുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ BJP പേടിച്ചിരിക്കുകയാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടെ വ്യാജ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ കബളിപ്പിക്കാൻ അവർ സമയം കണ്ടെത്തുകയാണ് എന്നായിരുന്നു ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCPയുടെ പ്രതികരണം. ഒരു തന്ത്രവും വിലപ്പോവില്ല. മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ബുദ്ധിയുള്ളവരാണ്. എപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും BJPയുടെ കീഴിലുള്ള സഖ്യത്തെ ജനങ്ങൾ തോൽപ്പിക്കും എന്നായിരുന്നു NCP വക്താവ് ക്ലൈഡ് കാസ്ട്രോയുടെ പ്രതികരണം. ജമ്മു കാശ്മീർ, ഹരിയാന, മഹാരാഷ്ട്ര, ജാർഖണ്ഡ് എന്നീ 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് ഈ വർഷം നടക്കാനിരിക്കുന്നത്. മഹാരാഷ്ട്രയോടൊപ്പം ജാർഖണ്ഡിലെയും പ്രഖ്യാപിച്ചിട്ടില്ല. അടുത്ത വർഷം ആദ്യത്തിലാണ് ഡൽഹിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്.